സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ്. 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അടയാളങ്ങൾ ചോദിക്കുകയാണ്. ആർക്കാണ് സഹോദരങ്ങളെ അടയാളങ്ങൾ ആവശ്യമുള്ളത്? അടയാളങ്ങൾ ആവശ്യമുള്ളത് ലക്ഷ്യസ്ഥാനത്ത് എത്താത്തവർക്കാണ്. ഹൃദയത്തിൽ അടയാളം ലഭിച്ചാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ എളുപ്പമാണ്. തലയിൽ അടയാളം കിട്ടുന്നതുകൊണ്ടാണ് പലപ്പോഴും മറന്നു പോകുന്നത്. എന്നാൽ നിന്റെ ഹൃദയത്തിൽ അടയാളം ലഭിച്ചാൽ നിനക്ക് യാത്ര ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹൃദയത്തിൽ അടയാളം പെറുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. അങ്ങനെയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അടയാളം അന്വേഷിക്കുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ആ വഴി പോകാനും മറ്റൊന്ന്, ആ വഴിയെ പോകാതിരിക്കാനും. ഹെറോദോസ് അടയാളം അന്വേഷിച്ചത് യേശുവിനെ പോയി ആരാധിക്കാനല്ല, യേശുവിനെ കൊല്ലാനാണ്. ഇതുപോലെ എന്തിനാണ് നീ അടയാളം അന്വേഷിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള അടയാളം ഹൃദയത്തിലല്ലേ നമുക്ക് ആവശ്യം? അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഹൃദയത്തിൽ അടയാളം സ്വീകരിക്കുന്ന മക്കളായി നമുക്ക് മാറാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.